സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പുറകോട്ട് പോയപ്പോ ദൈവജനം ദൈവത്തിന്റെ മുമ്പിൽ, സത്യദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ, ശ്രദ്ധിച്ചു കേട്ടോ, മറന്നുപോയപ്പോ ദൈവം നൽകിയ പ്രവാചകന്മാരാണ് ഈ ന്യായാധിപന്മാർ. അവരെ തിരിച്ചുകൊണ്ടുവരാൻ, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നതിന് പകരം സത്യദൈവത്തിന്റെ മുമ്പിൽ നിലവിളിച്ച് സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഇവിടെ അന്യദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കടന്നുപോയപ്പോൾ ദൈവം തന്നെ നേരിട്ട് തന്റെ പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ ജനത്തിന്റെ നടുവിലേക്ക് അയച്ച ഈ പ്രവാചകന്മാരാണ് ഈ ന്യായാധിപന്മാർ. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപന്റെ പേരാണ് ഗിദെയോൻ. അച്ഛൻ ചോദിക്കും, പേര് ഞാൻ ചോദിക്കും, എഴുന്നേപ്പിച്ചെടുത്ത് ചോദിക്കും, ചേട്ടാ ചേച്ചി ഇന്നലെ പറഞ്ഞ ന്യായാധിപന്റെ പേരാണ്, അതുകൊണ്ട് പഠിച്ചോളണം. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം എടുത്ത് നോക്കിക്കൊള്ളണം. പേരാണ് ആര്? ഗിദെയോൻ. ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ മറന്നുപോയി ഒരു ജനതയെ മിദിയാൻകാരുടെ ശത്രു സൈന്യത്തിലേക്ക് കർത്താവ് വിട്ടുകൊടുക്കുക. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ, സത്യദൈവത്തിന്റെ മുമ്പിൽ കരയാൻ, ദൈവമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കാൻ മറന്നുപോയ ഒരു ജനത്തെ ദൈവം ശത്രുവിന് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ശത്രുവിന് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവം അധികാരം കൊടുക്കുന്നത് ദൈവത്തെ വിളിക്കാൻ മറന്നുപോകുന്ന ജീവിതങ്ങളിൽ മാത്രം. മനസ്സിലാക്കിയിരിക്കുന്നത് ആത്മീയ രഹസ്യ. ഒരു ദൈവ പൈതലിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ, അവന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ, ഭാവിയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ശത്രുവിന് ദൈവം അധികാരം കൊടുക്കുന്നത് ദൈവത്തെ വിളിക്കാൻ വിസമ്മതിക്കുകയോ ദൈവത്തെ വിളിക്കാൻ മറന്നുപോകുന്ന ഒരു ജനത്തിന്റെ മേലാണ് ശത്രുവിനെ ദൈവം അയക്കുന്നത്. മിദിയാൻകാര് ആ ശത്രുക്കളെ ഇസ്രായേൽ ജനത്തിന്റെ മേൽ, ദൈവത്തെ വിളിക്കാൻ ഇസ്രായേൽ ജനം മറന്നുപോയപ്പോൾ ഈ ശത്രുക്കളെ കർത്താവ് എന്താ ചെയ്തേ? ഈ ഇസ്രായേൽ ജനത്തിന്റെ മേലെ അയച്ചു. അപ്പോ അവര് ചെയ്യുന്നതൊക്കെ ഇവർ വന്ന് നശിപ്പിച്ചു കളയുന്നു. അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു കളയുന്നു. അവരുടെ വരുമാന മാർഗങ്ങൾ തകർത്ത് കളയുന്നു. അവരുടെ സന്തോഷം തല്ലിക്കിടത്തുന്നു. അവരുടെ അനുഗ്രഹങ്ങൾ അടച്ചു കളയുന്നു. അവർ ചെയ്യുന്നതെല്ലാം പ്രശ്നം. അവരെവിടെ ചെന്ന് തൊട്ടാലും തടസ്സം. അവരെവിടെ ചെന്ന് തൊട്ടാലും ബുദ്ധിമുട്ടുകള്. ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഈ ശത്രു വന്നിട്ട്, മിദിയാൻകാർ വന്നിട്ട് തടസ്സം നിൽക്കുക. ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ട്. അത് ആ അനുഭവത്തിലൂടെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന ചിലരെങ്കിലും കടന്നു പോകുന്നുണ്ടാവും. അച്ഛാ, എന്ത് ചെയ്തിട്ടും മുന്നോട്ട് പോകാൻ പറ്റണില്ല. അവരെങ്ങനെ ശ്രമിച്ചിട്ടും അവരവരുടെ കഴിവ്, അധ്വാനം കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. കാരണം എന്താ? സത്യദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നതും അവർ മറന്നു. എന്നിട്ട് അന്യദൈവാരാധനയുമായി ബന്ധപ്പെട്ടു പോയി ദൈവത്തെ ഉപേക്ഷിച്ച ഒരു ജനത. ആ ജനതയാണ് ദൈവം ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് ഉപേക്ഷിക്കുന്നത്. പിന്നെ ശത്രുവിന് ഇവരുടെ മേൽ അധികാരം നിൽക്കുകയാണ്. എന്നിട്ട് ഇവര് ചെയ്യുന്നത് എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. 4-ാമത്തെ വചനം, അവർ ഇസ്രായേലിനെതിരെ താവളമടിച്ച് ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജീവസന്താനത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദിയാൻ നിമിത്തം ഇസ്രായേൽ ജനം വളരെ ശോഷിച്ചു. ശത്രു കാരണം ഇന്ന് തകർന്ന് തരിപ്പണമായി. ജീവിതം അങ്ങനെയായി. തിന്മ കയറി ഇറങ്ങിയിട്ട് ഇവിടെ മിദിയാൻകാരൊരു ആത്മീയ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഇത് ശത്രുവാണ്. ആത്മീയ ലോകത്തിന്റെ ശത്രുവാണ്, പിശാചാണ്, തിന്മയാണ്. കുടുംബത്തിൽ തിന്മ കയറി അടിക്കാൻ തുടങ്ങി. സാമ്പത്തിക മേഖലയിൽ അടിക്കാൻ തുടങ്ങി. ഭാവി ജീവിതത്തെ പിശാച് കൈവയ്ക്കാൻ തുടങ്ങി. വിശുദ്ധ ജീവിതത്തെ തകർന്ന് തരിപ്പണമാക്കാൻ തുടങ്ങി. കാണുന്ന പ്രാർത്ഥനയില്ല, ദൈവത്തെ വിളിക്കുന്നില്ല, ദൈവ വിചാരമില്ല, ദൈവിക കാര്യങ്ങൾക്ക് താല്പര്യമില്ല, കുംഭസാരമില്ല, വിശുദ്ധ കുർബാനയില്ല. എല്ലാം അങ്ങോട്ട് മറന്നിട്ട് ദൈവത്തെ മറന്നിട്ട് ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ മേൽ വരാനുള്ള ഒരു സാധ്യത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ശത്രുവിനെ ഇസ്രായേൽ ജനത്തിന്റെ മേൽ പ്രബലപ്പെടാൻ, അധികാരമെടുക്കാൻ, അവരെ കീഴ്പ്പെടുത്താൻ, അവരുടെ സകലതും നശിപ്പിച്ചു കളയാൻ ദൈവം അവരെ അനുവദിച്ചു.